തേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറയുന്നത് പോലെയായി. നിന്നെ തേടി ഇറങ്ങിയതല്ലേ ഞാൻ. എന്താ എന്താ കാര്യം? നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് വേണ്ടി 2 കല്യാണ പന്തൽ അവിടെ ഒരുങ്ങി കിടക്കുമ്പോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു പന്തൽ നീ ചെന്നേ പറ്റൂ. വാ, വന്ന് വണ്ടി കയറേ. അനിയമ്പാവയും ചേട്ടമ്പാവയും കൂടി തമ്മിത്തല്ലെന്ന് കാണാൻ വേണ്ടിട്ടില്ലേ? ആ മോഹം നടക്കാൻ പോകുന്നില്ല. 2 പന്തലിലേക്ക് ഞാൻ വരില്ല. എന്റെ പേരിൽ ഇവിടെ ആരും തമ്മിത്തല്ലാൻ പോകുന്നില്ല. നീ വരൂലേ? വന്നില്ലെങ്കിലേ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് അറിയാടാ. ഓയ് വണ്ടി കയറാം. അടുത്ത് ചുരുട്ടടാ. അങ്ങനെ എന്തെങ്കിലും പറ്റിയോ? അവിടെ പോയി പിടി. ഓടാ, പോയി അടിക്കടാ. ചുരുട്ടി കേട്ടടാ. എന്താടാ പറഞ്ഞേ? അവനെ കാണാനില്ലെന്താ? അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാ? എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഇവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഓടെല്ലാം. അച്ഛാ, അച്ഛൻ ഇനിയും വാശി പിടിക്കരുത്. ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട. ചെറിയച്ഛന്റെ ആഗ്രഹം പോലെ മാളുവിന്റെ കല്യാണം നടന്നോട്ടെ. എനിക്ക് കല്യാണം കുടുംബം ഒന്നും വേണ്ട. എന്റെ അച്ഛൻ മാത്രം മതി. മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ ഇതിനൊക്കെ ഇറങ്ങിയത്. ഇനി മോളായിട്ട് അച്ഛനെ തോപ്പിക്കരുത്. നിന്റെ കല്യാണം നടക്കും. നടക്കാതിരിക്കണമെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒരു പീറ ചടക്കിനെ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടുത്തെ ഉണ്ടകളാടാ തേണ്ടികളെ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവനെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. അളിയൻ വിഷമിക്കണ്ട, അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവൻ ഇവിടെ എത്തിക്കും. അതുവരെ അവൻ എവിടെയുണ്ടെന്ന് ഒരുത്തനും പിടികിട്ടില്ല. ഉറപ്പാണല്ല? അളിയനോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ നേടാനുള്ളത്? ഇപ്പോഴാടാ ശരിക്കും നിങ്ങ എന്റെ അളിയന്മാരായത്. അവനിതുവരെ പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. 2 ദിവസം പട്ടിണി കിടന്നു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല. അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടലോ? പേടിയെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ലടോ. അതേതിന് കണ്ടു? ഒന്ന് ചെലക്കാതിരിക്കടാ കൊടക്കമ്പി. വാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ പേടിച്ചിട്ടുള്ളൂ. ആരെ? ഈ എന്നെ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അതെ അതെ, അങ്ങനെ ഇങ്ങനെയൊന്നും മുതലാളി നിയന്ത്രണം വിടൂല. അതെ, പക്ഷേ ഇവിടെ ഞാൻ ഇത്തിരി നിയന്ത്രണം വിടും. പറ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നാളെ പ്രേമചന്ദ്രനെയും കൂട്ടി ഞങ്ങൾ അനിയമ്പാവയുടെ പന്തലിലേക്ക് ചെല്ലും. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ്. അതേ സമയത്ത് ഞാൻ ചേട്ടമ്പാവയുടെ പന്തലിൽ ചെല്ലുന്നു. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഒന്നും മിണ്ടാതില്ലടാ പുല്ലേ. അവന്റെ ഒരു അമ്മു. അനിയമ്പാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടമ്പാവ വരും. അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും. അടിയുണ്ടാവും. ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം. ആ ബഹളത്തിനിടയിൽ ചേട്ടമ്പാവ കുത്തുകൊണ്ട് വീഴണം. വല്യമ്മാവനെ കുത്തി വീഴ്ത്തിയ പിന്നെ എവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. വാ, ബാക്കി പറ. ചേട്ടൻ ബാബയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങളുടെ അളിയൻ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കൊള്ളാം, നല്ല അളിയന്മാര്. അളിയന്മാരുണ്ടാണ് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏറ്റടാ, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊട്ടാരം വീടിന്റെ മുറ്റത്ത് ചോരപ്പുഴ ഒഴുക്കുന്നു വെല്ലുവിളിച്ചതല്ലേ അവന്മാര്. അത് അവന്മാരുടെ ചോര കൊണ്ട് തന്നെ ആകട്ടെ. പിന്നെ കാര്യം കഴിയുമ്പോ കാല് മാറരുത്. പറഞ്ഞതുപോലെ കൊട്ടാരം വീട് എനിക്ക് തന്നെ വരണം. അതൊക്കെ അതുപോലെ തന്നെ. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഇവിടുത്തെ രാജാക്കന്മാര്. അപ്പോ ഇന്ന് രാത്രി കാണാം.
വാ. പ്രേമേന്ദ്ര, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? പോ, പൊയ്ക്കോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. നിന്നെ കരുവാക്കി വല്യമ്മാവനെ കൊല്ലാനാ അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ഇത് ഒരു നിമിഷം പോലും പാഴാക്കരുത്. പൊയ്ക്കോ, പോ, ചെല്ല്. ഇതിലിനി എന്ത് ചതിയാടാ ഉള്ളത്? നീ എന്തൊപ്പിച്ചു വെച്ചിട്ട് എന്നെ ഇപ്പൊ തുറന്നു വിടുന്നത്? പ്രേമേന്ദ്ര, ഈ സമയത്ത് എന്നെ അവിശ്വസിക്കരുത്. എന്റെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചെന്നുള്ള നേരാ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാണ്. എന്റെ അമ്മാവന്മാരെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വെള്ളച്ചേട്ടൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. പോകാം, വാ വാ. വേഗം വാ. നിർത്ത്, നിർത്ത്. വാ 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 വാ, കഴിക്കോ. വേഗം വേഗം. എങ്ങോട്ടേക്കാ? കൊട്ടാരം വീട്ടിലേക്ക്. താന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ? നിന്നെ കാണാൻ അവിടെ ആള് കാത്തു നിൽപ്പുണ്ട്. അയാൾക്ക് നിന്നോട് സംസാരിക്കേണ്ടത്രേ. ചേട്ടാ, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. എല്ലാം കലങ്ങി തെളിയുന്ന ലക്ഷണമുള്ള. വേങ്കർ വണ്ടി വിടറോ. നിന്നെ കാത്താ മാള് നിൽക്കണേ. ചെല്ല് ചെല്ല്. ഞാൻ പിള്ളച്ചേട്ടൻ എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ കോമാളി വേഷം കെട്ടുകയായിരുന്നു എന്ന്. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. പ്രേമേന്ദ്രനെ മറക്കാൻ എനിക്ക് കഴിയും. ഞാൻ മറന്നോളാം. പക്ഷേ ചേച്ചിയെ കൈയൊഴിയരുത്. ചേച്ചിയുടെ കല്യാണം നടക്കണം. അച്ഛനും വല്യച്ഛനും പഴയ പോലെ ഒന്നിക്കണം. ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്രേമേന്ദ്രനെ കൊണ്ട് സാധിക്കും. ഞങ്ങളെ സഹായിക്കണം. മാള് വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. എന്തിനും ഇനി ഞാനും ഉണ്ട് കൂടെ. നേരായ മാർഗത്തിലൂടെ നീ ഒന്നും നടക്കില്ല. അല്പം വളഞ്ഞ വഴി തന്നെ പ്രയോഗിക്കേണ്ടി വരും. മുതലാളി, 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 മുറിയിൽ അവനില്ല, രക്ഷപ്പെട്ടു. മുറി പഴയതുപോലെ പൂട്ടിയും കിടപ്പുണ്ട്, ആ താളുമില്ല. മുറി തുറക്കാതെ പിന്നെ അവനെങ്ങനെ ആവിയായി പോയോ? ആ സുന്ദരനെയും കാണാനില്ല. ഇനി അവനെങ്ങാനും. ഓ, എന്റെ ഈശ്വര, ഇനി അവനെങ്ങാൻ പോയി വല്ല പോലീസിനെ വിളിച്ചോണ്ട് വരുമെന്ന എന്റെ പേടി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, നമുക്ക് അവനെ തപ്പിയെടുക്കാൻ നോക്കാന്നേ. നിങ്ങൾ തെക്കോട്ട് പോവോ, ഞങ്ങൾ വടക്കോട്ട് പോവാം. ഞാൻ പടിഞ്ഞാറോട്ടും പോവാ. വണ്ടി ഇടാം. ഒന്ന് വേഗം പോകടാ. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നാളെ രാവിലെ ഞാൻ ചേട്ടമ്പാവയുടെ പന്തൽ ചെല്ലുന്നു, അമ്മൂനെ കല്യാണം കഴിക്കുന്നു. അപ്പോ നമ്മുടെ ആൾക്കാരുമായിട്ട് ഞാൻ പുറത്ത് കാത്തു നിൽപ്പുണ്ടാവും. ചോദിക്കാൻ ധൈര്യമുള്ളവന്മാര് അവിടെ വരട്ടെ. അതെ, അടിയും ബഹളവും നടക്കുമ്പോ അനിയൻ ബാവയാണോ ചേട്ടൻ ബാവ ജയിക്കണം നമുക്ക് അവിടെ വെച്ച് കാണാം കാണാം. അവിടെ വെച്ച് നമുക്ക് രണ്ടില്ലെന്നറിയാം. അല്ല പിന്നെ നീ പറയുന്നത് മുഴുവൻ സത്യമാണോടാ? അതേ മുതലാളി, അവര് പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അവൻ ചേട്ടൻ ബാബയുടെ വീട്ടിൽ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും അനിയും ബാവയും കൂട്ടി അവിടെ വന്നാ മതി. ശരി, നിങ്ങളും ആളുകളും അവിടെ കാത്തിക്കണം. ആദ്യം ആരെയും കണ്ണിപ്പെടരുത്. എവിടെങ്കിലും മറഞ്ഞു നിന്നേക്കണം. ഞാൻ വരേണ്ട സമയമാകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാ മതി. ഞാൻ തുണി പൊക്കി കാണിക്കാം. വൃത്തികേട് പറയുന്നോ? ഈ കൈലേസ് പൊക്കി കാണിക്കാന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടടാ കൊടക്കമ്പി. ഒരു വിസിൽ അടിച്ചാ മതി. വിസിലേ. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ